वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सागररघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधाकृष्णपादान् सागरललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पदे वेशगोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पंगुं लिंगायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। हरि ओं तत्सत्। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. വിശ്വരൂപ ദർശനം എന്ന 11ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ചതിന് ശേഷം അർജുനൻ ഭഗവാനെ പ്രകീർത്തിക്കുന്നതാണ് നമ്മൾ വായിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 41, 42 ശ്ലോകങ്ങളില് നമ്മൾ കണ്ടു അർജുനൻ തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് പശ്ചാത്തപിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. വീണ്ടും അർജുനൻ തന്റെ ഭഗവാനോടുള്ള പ്രകീർത്തിക്കല് തുടരുകയാണ് ചെയ്യുന്നത്. ശ്ലോകം 33 വായിക്കാം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ സ്വസമോ അസ്തി അഭ്യധിക കുതോന്യോ ലോകത്രയേ അവി പ്രതിമ പ്രഭാവ അപ്രതിമ പ്രഭാവ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന തുൽസമോ അത്യധിക കുതോന്യോ ലോകത്രയേ അപി അപ്രതിമ പ്രഭാവ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന തുൽസമോ അസ്തി അഭ്യധിക കുതോന്യോ ലോകത്രയേ അപി അപ്രതിമ പ്രഭാവ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന തത്സമോസ്ത്യഭ്യധിക കുതോന്യോ ലോകത്രയേ അപ്യപ്രതിമ പ്രഭാവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിതാസി ലോക ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന തോത്സമോസ്ത്രപ്രതിക കുതോന്യോ ലോകത്രയേപ്യ പ്രതിമാ പ്രഭാവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോ അസ്ത്യഭ്യധിക കുതോന്യോ ലോകത്രയോപി പ്രതിമ പ്രഭാവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യശ്ച ഗുരുർഗരീയാൻ ന ത്വത്സമോസ്ത്യഭ്യധിക കുതോന്യോ ലോകത്രയേപ്യ പ്രതിമ പ്രഭാവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ ഭാവാർത്ഥവും
ചരാചരസ്യ ചരാചരങ്ങളുടേതായ അസ്യ ലോകസ്യ ഈ പ്രപഞ്ച സർഗത്തിൽ പിതാ അസി പിതാവ് അങ്ങാകുന്നു. അന്യലോകസ്യ ഈ അസ്യ ലോകസ്യ ഈ പ്രപഞ്ചത്തിന്റെ പൂജ്യ ആരാധ്യ പ്രമുഖനും ഗരീയാൻ ഏറ്റവും ഉത്കൃഷ്ടനും ആയ ഗുരുഹുച്ച ആധ്യാത്മിക ഗുരുവും ത്വം അസി അങ്ങാകുന്നു. അപ്രതിമ പ്രഭാവ ഹേ അതുല്യ പ്രഭാവശാലി ലോകത്രയേ അഭി മൂന്ന് ലോകങ്ങളിലും ത്വത്സമഹ അങ്ങേക്ക് തുല്യനായോ അഭ്യധിക അങ്ങയേക്കാൾ ശ്രേഷ്ഠനായോ കുതഹ അന്യഹ ന അസ്തി ആരും തന്നെ ഇല്ല. ചരാചരങ്ങളുടേതായ ഈ പ്രപഞ്ച സർഗത്തിൽ പിതാവ് അങ്ങാകും. ഈ പ്രപഞ്ചത്തിന്റെ ആരാധ്യ പ്രമുഖനും ഏറ്റവും ഉത്കൃഷ്ടനുമായ ആധ്യാത്മിക ഗുരുവും അങ്ങാകുന്നു. ഹേ അതുല്യ പ്രഭാവശാലി മൂന്ന് ലോകങ്ങളിലും അങ്ങേക്ക് തുല്യനായോ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായോ ആരും തന്നെ ഇല്ല. ഇപ്പോ ഇവിടെ അർജുനൻ എന്താ പറയുന്നത്? പിതാസി അങ്ങാണ് ഈ പ്രപഞ്ച സർഗത്തിന്റെ പിതാവ്. കാരണം എന്താണ്? ആദ്യമായിട്ട് സൃഷ്ടി നടത്തുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധം തന്നെ പറയുന്നതാണ് അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഉദയ. സർഗം പ്രൈമറി ക്രിയേഷൻ അത് നടത്തുന്നത് ഭഗവാനാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചതുർവ്യൂഹം വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ. പിന്നെ സംഘർഷനിൽ നിന്ന് വീണ്ടും നാരായണൻ വരുന്നു. നാരായണനിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ ചതുർവ്യൂഹം വരുന്നുണ്ട്. വീണ്ടും അതേ വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ. സംഘർഷനിൽ നിന്ന് വീണ്ടും കാരണോദക്ഷായ വിഷ്ണു. കാരണോദക്ഷായ വിഷ്ണു കാരണസമുദ്രത്തിൽ കിടന്നുകൊണ്ട് രോമകൂപങ്ങളിൽ നിന്ന് പ്രപഞ്ചങ്ങളെ, അനന്തകോടി പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിക്കുന്ന ഓരോ പ്രപഞ്ചത്തിലും വീണ്ടും ഭഗവാൻ തന്നെ ഗർഭോദക്ഷായ വിഷ്ണുവായിട്ട് പ്രവേശിക്കുന്നു. അങ്ങനെ ഗർഭോദക്ഷായ വിഷ്ണു ബ്രഹ്മാവിന് ജന്മം കൊടുക്കുന്നു. അങ്ങനെ ബ്രഹ്മാവ് ജന്മം കൊടുക്കുന്ന ഓരോ ജീവജാലങ്ങളിലും ഭഗവാൻ പരമാത്മാ രൂപത്തിൽ പ്രവേശിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ അതിനർത്ഥം എന്താണ്? എല്ലാ ചരാചരങ്ങളുടെയും ആദിമനായിട്ടുള്ള പിതാവ് അത് അങ്ങാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? പൂജ്യ അങ്ങ് എല്ലാവർക്കും പൂജ്യനാണ്. ഇപ്രകാരമാണോ മക്കൾക്ക് സ്വന്തം പിതാവ് പൂജ്യനാകുന്നത്, അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ആരാധ്യനാണ് ഭഗവാൻ കൃഷ്ണൻ. ഒരു മതക്കാർക്ക് പ്രത്യേകിച്ചല്ല, എല്ലാവർക്കും ഏതൊക്കെ മനുഷ്യരുണ്ടോ ഈ ഭൗതിക ലോകത്തിൽ അവർക്കെല്ലാവർക്കും തന്നെ പൂജ്യനാണ് ഭഗവാൻ കൃഷ്ണൻ എന്നതാണ് പറയുന്നത്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ പൂജിക്കണം, നമ്മൾ ഭഗവാനെ ധ്യാനിക്കണം, ഭഗവാനെ സദാസമയം സ്മരിക്കണം, ഭഗവാന്റെ ലീലകൾ നമ്മൾ കേൾക്കണം, ഭഗവാന്റെ ലീലകൾ നമ്മൾ പ്രകീർത്തിക്കണം. ഇതിനാണ് ശ്രീമദ് ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ളത്. തസ്മാത് ഏകേന മനസാ ഭഗവാൻ സാത്വതാം പതിഹി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ദേയ പൂജ്യശ്ച നിത്യത എന്ന് പറയുന്നുണ്ട്. തസ്മാത് ഏകേന മനസ്സ നമ്മളുടെ മനസ്സിനെ പൂർണ്ണമായി ഭഗവാന്റെ അർപ്പിച്ചുകൊണ്ട്, സാത്വതാം പതിഹി എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഭക്തരുടെയും പതിയാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ പറ്റി ശ്രോതവ്യ നമ്മൾ കേൾക്കണം, കീർത്തിതവ്യശ്ച നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കണം, ദേഹ നമ്മൾ ഭഗവാനെ ധ്യാനിക്കണം, അതുപോലെ തന്നെ പൂജ്യ നമ്മൾ ഭഗവാനെ പൂജിക്കുകയും ചെയ്യണം. അതാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. പിന്നെ അർജുനൻ പറയുന്ന എന്താണ്? ഗുരു ഗരീയാൻ ഗുരു എന്ന് പറയുന്നത്. ഉത്കൃഷ്ടനായിട്ടുള്ള ഗുരു ഭഗവാൻ കൃഷ്ണനാണ്. ഈ 4 വൈഷ്ണവ സമ്പ്രദായങ്ങളുടെയും തുടക്കം എവിടെ നിന്നാണ്? ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ്. ബ്രഹ്മാവിന് വേദങ്ങൾ ഉപദേശിച്ച അതേ ഭഗവാൻ തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇപ്പോൾ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. നമ്മുടെ ഭഗവത്ഗീതയുടെ അവതാരിയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, പരമ്പരയെ പറ്റിയിട്ട് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം 32ാമത്തെ ശ്രീല പ്രഭുപാദരിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും ആദ്യമനായിട്ടുള്ള ഗുരു, ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള ഗുരു ആണ് ഭഗവാൻ കൃഷ്ണൻ.
ഈ 4 സമ്പ്രദായങ്ങൾക്കും സമ്പ്രദായ ആചാര്യന്മാരുണ്ട്. പക്ഷെ എല്ലാവരും ഈ ശിക്ഷ സ്വീകരിച്ചിരിക്കുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗരിയാൻ ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അപ്രതിമ പ്രഭാവ, അതുല്യമായിട്ടുള്ള പ്രഭാവം. നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നത് എന്താണ്? ഭഗവാൻ കൃഷ്ണൻ നമ്മളെ പോലെ തന്നെയുള്ള ശരീരം ഉണ്ട്. ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മളെ പോലെ തന്നെ 2 കൈ 2 കാല് ഒരു തലമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ശരീരവും നമ്മളുടെ ശരീരവും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഭൗതിക ശരീരമാണ്, അതിന് നാശമുണ്ട്. ഭഗവാന്റെ ശരീരം ആത്മീയ ശരീരമാണ്, അതിന് നാശമില്ല. അത് മാത്രമല്ല ഭഗവാന്റെ ശരീരവും ഭഗവാന്റെ മനസ്സും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ആത്മീയമാണ്. ഇപ്പോ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ട് 125 വർഷമായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവയൗവനം, ഒരു യുവാവിനെ പോലെയാണ് തോന്നിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജനനം, ലീലകള്, ഇതെല്ലാം തന്നെ അതീന്ദ്രിയങ്ങളാണ്. 4-ാം അധ്യായത്തിൽ പഠിച്ചു, ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വത. ഭഗവാന്റെ ജന്മം, കർമ്മം, ലീലകള് ഇതെല്ലാം തന്നെ ദിവ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് തത്വത്തിന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിൽ മനസ്സിലാക്കിയിരുന്നു. പിന്നെ സമഹ ന അസ്തി, അങ്ങക്ക് തുല്യനായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ ഭൃത്യന്മാരാണ്. ഭഗവാൻ എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ചൈതന്യ ചരിതാമൃതത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്, ഏകലേ ഈശ്വര കൃഷ്ണ അവർ സഭ ഭൃത്യ. ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ, അത് ഭഗവാൻ കൃഷ്ണന്റെ. ബാക്കി എല്ലാവരും ഭഗവാന്റെ ഭൃത്യന്മാരാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള ഭഗവാന് സമനായിട്ട് ത്വസമഹാന അസ്തി. അത് ശ്വേതാസുരോപനിഷത്തിലും പറയുന്നുണ്ട്, ശ്രീലപ്രഭുപാദർ ഭാവാർത്ഥത്തില് പറയുന്നുണ്ട്. ന തസ്യ കാര്യം കരണം ച വിദ്യതേ ന തത്സമശ്ചാപ്യധികശ്ച ദൃശ്യതേ. അങ്ങേക്ക് സമനായിട്ടോ അഭ്യധികശ്ച, അങ്ങേക്കാൾ അധികമായിട്ട് ഗുണമുള്ള ആരും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അത്രയും മഹത്തരമാണ് ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ കർമ്മങ്ങള്, ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ എല്ലാ ലോകങ്ങൾക്കും അധിപതിയാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എല്ലാവർക്കും സംപൂജ്യനാണ് എന്നുള്ളതാണ് ഇവിടെ അർജുനൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 44. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേ ത്വാം അഹം ഈശമീഡ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യോ പ്രിയപ്രിയാർഹസി ദേവസോടും. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേ ത്വാം അഹം ഈശമീഡ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യോ പ്രിയപ്രിയാർഹസി ദേവസോടും. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേ ത്വാം അഹം ഈശമീഡ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യോ പ്രിയപ്രിയാർഹസി ദേവസോടും. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേത്യാമഹ ഈശമീഡ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യ പ്രിയ പ്രിയായർഹസി ദേവസോടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 44. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം പ്രസാദയേ ത്വാമഹമീശമീഡ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യം പ്രിയപ്രിയായാർഹസി ദേവസോദം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാമഹമീശമീഡ്യം വിദേവപുത്രസ്യ സഖേവ സഖ്യോ പ്രിയപ്രിയായർഹസി ദേവസോടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാത് പ്രണമ്യ പ്രണിതായ കായം
ते त्वमहमीशमीड्यं पितेव पुत्रस्य सखेव सख्युं प्रियायार्हसि देवसोढुं. हरे कृष्ण. कृष्ण प्रभु। ओम नमो भगवते वासुदेवाय। तस्मात् प्रणम्य प्रणदाय कायं प्रसादये त्वहमाहमीशमीढुं पिदेव पुत्रस्य सखेव सख्यं प्रिया प्रियार्हसि देव सोढुम्। हरे कृष्ण। हरे कृष्ण ओम नमो तस्मात् वासुदेवाय। प्रणम्य प्रणिधाय कायं प्रसादये त्वामहमीशमीड्यं पितामहपुत्रस्य सखेव सख्यो प्रिया प्रियायार्हसि देव सोढुम्. हरे कृष्ण. कृष्ण प्रभु। ओम नमो भगवते वासुदेवाय। तस्मात् प्रणम्य प्रणिधाय कायं प्रसादय अहममीशमीड्यं पितवे पुत्रस्य सखेव सख्यं प्रिय प्रियदर्शि देवसोढ्यम्. हरे कृष्ण प्रभु। ഹരേ കൃഷ്ണ. ശീലപ്രഭുവാരെ വിവർത്തനം ഭാവാർത്ഥം. തസ്മാത് അതുകൊണ്ട്, ഈഢ്യം സകല ജീവജാലങ്ങൾക്കും ആരാധ്യനും ഈശം ഈശ്വരനുമായ ദേവ, ഹേ ദേവാദിദേവ, ത്വാം അങ്ങയെ, അഹം ഞാൻ, കായം പ്രണിതായ സാഷ്ടാംഗം പ്രണമിച്ചിട്ട്, പുത്രസ്യ ഇവ മകന്റെ ധിക്കാരത്തെ പിതാ അച്ഛനെന്ന പോലെയും, സഖ സുഹൃത്ത് സഖ്യുഹു ഇവ തന്റെ സുഹൃത്തിന്റെ അവിവേകത്തെ എന്ന പോലെയും, പ്രിയ ഭർത്താവ് പ്രിയായാഹ ഇവ ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെയും, ത്വാം അങ്ങ്, മേ അപരാധം എന്റെ പിഴകളെ, സോടും അർഹസി പൊറുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് സകല ജീവജാലങ്ങൾക്കും ആരാധ്യനും ഈശ്വരനുമായ ഹേ ദേവാദിദേവ, അങ്ങയെ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് മകന്റെ ധിക്കാരത്തെ അച്ഛനെന്ന പോലെയും, സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ അവിവേകത്തെ എന്ന പോലെയും, ഭർത്താവ് ഭാര്യയുടെ പെരുമാറ്റത്തെ എന്ന പോലെയും അങ്ങ് എന്റെ പിഴകളെ പൊറുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അപ്പോ ഇവിടെ അർജുനൻ 3 ഉപമകളാണ് പറയുന്നത്. പിതാ പുത്രസ്യൈവ. ഓ, നമുക്കറിയാം, ഒരു അച്ഛൻ മക്കള് പല പല തെറ്റുകളും ചെയ്യും. ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും. പക്ഷെ പിതാവ് അതെല്ലാം തന്നെ അത് കാര്യമായിട്ട് എടുക്കാറുണ്ട്. ഇപ്പൊ ചിലപ്പോ നമ്മളിപ്പോ കൊച്ചു കുട്ടിയുടെ നമ്മളിപ്പോ തോളത്തെടുത്തുകൊണ്ട് നടക്കുക എന്നല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ കണ്ണട വലിച്ചോരും, അല്ലെങ്കിൽ ചെവിയിൽ പിടിച്ച് കടിക്കും, അല്ലെങ്കിൽ മുഖത്ത് മാന്തും, അങ്ങനെ പലതും ചെയ്യും. കാരണം അവർക്ക് അത് അറിഞ്ഞുകൂടാ, അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോ പിതാവ് എന്ത് ചെയ്യും? പിതാവ് ക്ഷമിച്ചു കളയും. അതുപോലെ പിന്നെ സുഹൃത്തുക്കളും ഇത് പലപ്പോഴും സംഭാഷണങ്ങൾ നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ വഴക്ക് കൂടാറുണ്ട്, അടി കൂടാറുണ്ട്. പക്ഷെ പരസ്പരം അവരതങ്ങ് ക്ഷമിച്ചു കളയും. അതുപോലെ തന്നെ ഇപ്പോ ഭാര്യ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാര്, നല്ലൊരു വൈഷ്ണവ കുടുംബം അല്ലെങ്കിൽ ഒരു കൾച്ചറുള്ള കുടുംബത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് ആദ്യത്തെ ഫൈറ്റിൽ തന്നെ ഡൈവോഴ്സ് ആണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പരസ്പരം ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മളെല്ലാവരെയും ട്രെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാം ചെയ്തു വരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് പലപ്പോഴും അത് സാധിച്ചു എന്ന് വരില്ല. അപ്പോ അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ പിഴകളെ പൊറുക്കുന്ന പോലെയും ഇവിടെ അർജുനൻ എന്താ പറയുന്നത്? അങ്ങ് ഞാൻ ചെയ്ത തെറ്റുകളെ പൊറുക്കണമേ എന്നാണ് പറയുന്നത്. പറയുക മാത്രമല്ല ചെയ്യുന്നത്, അർജുനൻ എന്താണ് ചെയ്യുന്നത്? ഇവിടെ കായം പ്രണീതായ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ മുമ്പിൽ. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ അഷ്ട അംഗ, അതായത് നമ്മളുടെ 8 അവയവങ്ങള് പൂർണ്ണമായും ഭൂമിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ആ പ്രണാമത്തിനാണ് സാഷ്ടാംഗ പ്രണാമം അല്ലെങ്കിൽ അഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത്. നമ്മള് വൈഷ്ണവര് അതിന് ദണ്ഡവാത് പ്രണാമം എന്ന് പറയും. ഒരു വടി പോലെ നിലത്ത് വീഴ എന്ന് പറയും. ഏതൊക്കെയാണ് ഈ 8 അംഗങ്ങള്? നമ്മുടെ 2 പാദങ്ങള്,
2 മുട്ട്, 2 കൈകൾ, അപ്പൊ എത്രയായി? 6. പിന്നെ നെഞ്ച്, പിന്നെ നെറ്റി. ഇങ്ങനെയാണ് 8 അവയവങ്ങൾ. ഈ 8 അവയവങ്ങളെയും നമ്മൾ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് വേണം നമ്മൾ ദണ്ഡാപ്രണാമം അല്ലെങ്കിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യാനായിട്ട്. സ്ത്രീകൾക്ക് ഇത് പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് പഞ്ചാംഗ പ്രണാമമാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അവരുടെ നെഞ്ചും അതുപോലെ തന്നെ 2 പാദങ്ങളും ഭൂമിയിൽ സ്പർശിക്കേണ്ട ആവശ്യം ഇല്ല. അവർക്ക് 2 മുട്ട്, 2 കൈ, നെറ്റി ഇത്രയും തന്നെ സ്പർശിച്ചാൽ മതി. അതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. നമ്മുടെ ആചാര്യന്മാരും അതിനെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ക്ഷമയാചിക്കുന്നത്, താൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമയാചിക്കുന്നത്. അപ്പോ അർജുനൻ ഇത് പറയാതെ തന്നെ ഭഗവാൻ പലപ്പോഴും ഭക്തന്മാരോട് മാത്രമല്ല, ഭക്തന്മാർ അല്ലാത്തവരോടും ഭഗവാൻ കഴിയുന്നത്ര ക്ഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 5 തരത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മൾ ഭഗവാനുമായിട്ട് പല ഭക്തന്മാരും ഉണ്ടാക്കുന്നത്. അതായത് ദാസ്യരസത്തിലുള്ള ഭക്തൻ, സഖ്യരസത്തിലുള്ള ഭക്തൻ, മാധുര്യ രസത്തിലുള്ള ഭക്തൻ, വാത്സല്യ രസത്തിലുള്ള ഭക്തൻ, ശാന്തരസത്തിലുള്ള ഭക്തൻ. അപ്പോ ഇവിടെ അർജുനനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്നത് സാഖ്യരസത്തിലുള്ള ബന്ധമാണ്. വാസ്തവത്തിൽ അർജുനൻ എല്ലാവരുടെയും സുഹൃത്ത്, ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ്. സുഹൃതം സർവഭൂതാന. നമ്മൾ 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തില് അത് പഠിച്ചിരുന്നു. സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭഗവാൻ സേവനം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ നമ്മൾ ഭഗവാന് സേവനം അനുഷ്ഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സേവനം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ തിരുനാമങ്ങൾ കലിയുഗത്തിലേക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാന്റെ തിരുനാമങ്ങൾ സദാസമയം ജപിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അർജുനനും ഭഗവാനും സുഹൃത്തുക്കളായിരുന്നു, മാത്രമല്ല ബന്ധുക്കളായിരുന്നു, സമപ്രായക്കാരായിരുന്നു. അപ്പോ ഇവിടെ ഈ അർജുനൻ ഭഗവാന്റെ മുമ്പിൽ താൻ സുഹൃത്തായിരുന്ന സമയത്ത്, സുഹൃത്തായി ഭഗവാനെ അംഗീകരിച്ചിരുന്ന സമയത്ത് ഏതെല്ലാം രീതിയിലുള്ള തെറ്റുകൾ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഭഗവാൻ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അർജുനന്റെ തേരാളിയായിട്ട് ഇവിടെ ഈ രഥത്തിൽ ഇരിക്കുമായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഭഗവാൻ അതെല്ലാം മറന്നുകൊണ്ട് ഇത്തരത്തില് അർജുനന്റെ തേരാളിയായത്? അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭക്തോസിമേ സഖാചേതി, നീ എന്റെ ഭക്തനും നീ എന്റെ സുഹൃത്തും ആയതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ ജപിക്കാറില്ല, നമ്മൾ ഭഗവാനെ സ്മരിക്കാറ് പോലുമില്ല. ജന്മജന്മാന്തരമായിട്ട് നമ്മൾ ഭഗവാനോട് പലതരത്തിലുള്ള പാപകൃത്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതെല്ലാം ഭഗവാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര തരത്തിലുള്ള നമ്മുടെ പാപങ്ങൾ, നമ്മള് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭഗവാൻ എത്രത്തോളം കരുണാമയനാണ് എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതി എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ആ കരുണയുടെ സാഗരമാണ്. സാഗരത്തിനെ സംബന്ധിച്ചിട്ട് അത് നിറകടം പോലെയാണ്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഭഗവാൻ അതിൽ നമുക്ക് കരുണ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഭഗവാന്റെ കരുണയ്ക്ക് ഒരു കുറവും തന്നെ സംഭവിക്കുന്നില്ല. ഇപ്പോ നമ്മളിപ്പോ സമുദ്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ് ജലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമുദ്രത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും തന്നെ സംഭവിക്കില്ല. അതുപോലെ തന്നെ ഭഗവാൻ നമ്മളിൽ എല്ലാവരിലും കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് പോലും ഭഗവാൻ കരുണയുടെ സാഗരമാണ്, കരുണാസിന്ധോ എന്നാണ് പറയുന്നത്. അപ്പോ നമുക്കറിയാം മഹാഭാരതത്തിലെ ശിശുപാലൻ എന്ന് പറയുന്ന വിജയന്മാരുടെ ജയനായിരുന്നു. ശിശുപാലൻ ഭഗവാന്റെ ബന്ധുവും കൂടെ ആയിരുന്നു, കസിനായിരുന്നു. അപ്പോ ശിശുപാലൻ ജനിച്ച സമയത്ത് ശിശുപാലന് ചില വികൃതമായിട്ടുള്ള രൂപമായിരുന്നു. അതായത് 4 കൈ 3 കണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു അശരീരി ഉണ്ടായിരുന്നു. ആരാണോ
ഈ കുട്ടിയെ എടുക്കുന്ന സമയത്ത് ഈ അധികമായിട്ടുള്ള അവയവങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് അവന്റെ കൈ കൊണ്ടായിരിക്കും ഈ ശിശുപാലന്റെ മരണം എന്ന് ഒരു അശരീരിയും ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ കൃഷ്ണനും ഈ ശിശുപാലനെ കാണാനായിട്ട് വന്നിരുന്നു. ശിശുപാലൻ കൃഷ്ണൻ ശിശുപാലനെ മടിയിലെടുത്ത സമയത്ത് ഈ ശിശുപാലന്റെ അധികമായിട്ടുള്ള 2 കൈകളും അധികമായിട്ടുള്ള ഒരു കണ്ണും പൊഴിഞ്ഞു പോയി. അപ്പൊ തന്നെ എല്ലാവർക്കും വ്യക്തമായിരുന്നു കൃഷ്ണന്റെ കൈ കൊണ്ടാണ് ശിശുപാലൻ മരിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോ അവരെല്ലാവരും തന്നെ കൃഷ്ണനോട് അഭ്യർത്ഥിച്ചു. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഇവൻ എന്നോട് ചെയ്യുന്ന 100 അപരാധങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ക്ഷമിക്കും, അതിനുശേഷമേ ഞാൻ അവനെ വധിക്കാനായിട്ട് ഞാൻ ആലോചിക്കുള്ളൂ എന്ന് പറയുകയുണ്ടായിരുന്നു. അങ്ങനെ ശിശുപാലൻ അവസരം കിട്ടുമ്പോഴെല്ലാം കൃഷ്ണനെ അവഹേളിച്ചു കൊണ്ടിരുന്നു. രാജസൂയ യജ്ഞത്തിന്റെ സമയത്ത് ഇവൻ എവിടെ നിന്ന് വന്നു, ഇവന് കാലിച്ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അധിക്ഷേപിച്ച സമയത്ത് അങ്ങനെ ക്ഷമയോടുകൂടി ഭഗവാൻ കേട്ടുകൊണ്ടിരുന്നു. അവസാനം 100 പ്രാവശ്യം കഴിഞ്ഞ് 101ാമത്തെ പ്രാവശ്യമായപ്പോഴാണ് ഭഗവാൻ സുദർശന ചക്രം എടുത്തിട്ട് ശിശുപാലനെ നിഗ്രഹിക്കുന്നത്. അപ്പൊ നിഗ്രഹിച്ച സമയത്ത് ശിശുപാലൻ ഭഗവാനോട് കൂടി ചേർന്നു സായുജ്യമുക്തി നേടുകയും ചെയ്തു. അപ്പോ ഇതെല്ലാം തന്നെ ആ ഭഗവാന്റെ കരുണയുടെ ഉദാഹരണങ്ങളാണ്. ജഗായി മതായി എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും നിത്യാനന്ദ പ്രഭുവും മഹാപ്രഭുവും അവരോട് ക്ഷമിച്ച് അവരെ ഭക്തരാക്കി മാറ്റി. അപ്പൊ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഭഗവാൻ എത്രത്തോളം കരുണയുടെ സാഗരമാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനോടാണ് ഇവിടെ അർജുനൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ തെറ്റുകളെല്ലാം തന്നെ പുറത്തുകൊണ്ട് അങ്ങ് എനിക്ക് മാപ്പ് നൽകണമേ എന്നിവിടെ പ്രാർത്ഥിക്കുന്നത്. ശ്ലോകം 45. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അദൃഷ്ടപൂർവം ഹർഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദൃഷ്ടപൂർവം ദിശോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദൃഷ്ടപൂർവം ഋഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവൃത്തിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവൃദിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവൃതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അദൃഷ്ടപൂർവം കൃഷിതോസ്മി ദൃഷ്ട്വാ
ഭയേന ച പ്രവിധിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാര വിവർത്തനം ഭാവാർത്ഥവും. അദൃഷ്ടപൂർവം മുൻപ് കണ്ടിട്ടില്ലാത്ത തവ രൂപം, അങ്ങയുടെ ഈ വിശ്വരൂപം, ദൃഷ്ട ദർശിച്ചിട്ട്, ഹൃഷിതഃ അസ്മി ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, തദേവ അതേ സമയത്ത് തന്നെ, ഭയേന ഭയം കൊണ്ട്, മേ മനഃ എന്റെ മനസ്സ്, പ്രവ്യതിതം ച അസ്വസ്ഥമായിരിക്കുകയും ചെയ്യുന്നു, തസ്മാത് അതുകൊണ്ട്, ദേവേശ ഹേ ദേവേശ്വര, ജഗന്നിവാസ ഹേ ജഗന്നിവാസ, നിജരൂപം അങ്ങയുടെ സ്വന്തം രൂപത്തെ, മേ എനിക്ക്, ദർശയ കാണിച്ചു തരുവാൻ, പ്രസീത കനിയുണ്ടാകണമേ. മുൻപ് കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ ഈ വിശ്വരൂപം ദർശിച്ചിട്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു, അതേ സമയത്ത് തന്നെ ഭയം കൊണ്ട് എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹേ ദേവേശ്വര, ഹേ ജഗന്നിവാസ, അങ്ങയുടെ സ്വന്തം രൂപത്തെ എനിക്ക് കാണിച്ചു തരുവാൻ കനിവുണ്ടാകണമേ. അപ്പോ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഹൃഷിതഹാസ്മി, അപ്പൊ തന്റെ സുഹൃത്തായിട്ടുള്ള ആ കൃഷ്ണന്റെ ആ ഐശ്വര്യകരമായിട്ടുള്ള രൂപം കണ്ടിട്ട് അർജുനൻ അതീവ സന്തുഷ്ടനായി എന്നാ പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ ബന്ധുക്കള്, സുഹൃത്തുക്കൾക്ക് അവർക്കൊക്കെ ഒരു നല്ലൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കും. അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റെ ഈ ആ വിശ്വരൂപം, അതീവ മനോഹരമായിട്ടുള്ള വിശ്വരൂപം അത് കണ്ടിട്ട് ഇവിടെ അർജുനൻ ഹൃഷിതഹാസ്മി സന്തുഷ്ടനായി എന്ന് പറയുന്നത്. അപ്പൊ അർജുനൻ അറിയാത്ത കൊണ്ടല്ല ഈ തന്റെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനാണ്. ഇതെല്ലാം നമ്മൾ 10-ാം അധ്യായത്തിൽ അർജുനൻ പറയുന്നതായിട്ട് നമ്മൾ വായിച്ചിരുന്നു അല്ലെ. അപ്പോ ആദ്യം പുരാണ പുരുഷം, നവയൗവനം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പുരാണ പുരുഷനാണ് ഭഗവാൻ. അപ്പോ അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള വിശ്വരൂപത്തെ കാണിക്കാൻ ഈ തന്റെ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന് കഴിവുണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ഇവിടെ അർജുനൻ അതീവ സന്തുഷ്ടനായി. പക്ഷെ അതോടൊപ്പം തന്നെ താനും കൃഷ്ണനും തമ്മിലുണ്ടായിട്ടുള്ള മൈത്രി ബന്ധത്തിന്റെ സമയത്ത് എത്രയെത്ര തെറ്റുകൾ താൻ ചെയ്തിരുന്നു എന്നുള്ളത് ഓർത്തിട്ട് ഇവിടെ അർജുനൻ ഭയാക്രാന്തനാകുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഭഗവാൻ അർജുനനെ തിരിച്ചൊരു സുഹൃത്തും ഭക്തനും ആയിട്ടാണ് കാണുന്നത്. ഇവിടെ അർജുനൻ ഭഗവാനെ ദേവേശ്വര, ദേവന്മാരുടെയും നിയന്താവ് എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. പിന്നെ ജഗന്നിവാസ, ജഗത്തിന് ആധാരമാണ് ഭഗവാൻ. അപ്പോ അങ്ങനെയുള്ള അങ്ങയുടെ ആ നിജരൂപം, അങ്ങയുടെ സ്വന്തം രൂപം കാണിച്ചു തരണമേ എന്നുള്ളതാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഏതാണ് ആ നിജരൂപം, ഏതാണ് ആ സ്വന്തം രൂപം? ഭഗവാന് ആയിരക്കണക്കിന് രൂപങ്ങളുണ്ട്. അതിൽ ഏത് രൂപമാണ് അർജുനൻ കാണാൻ ആഗ്രഹിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് അടുത്ത ശ്ലോകത്തില് ഇവിടെ അർജുനൻ പറയുന്നത്. ശ്ലോകം 46. കിരീടനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവശ്യമൂർത്തേ. കിരീടനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവശ്യമൂർത്തേ. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവശ്യമൂർത്തേ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വം ദ്രഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹരേ കൃഷ്ണ. ഹരേ കിരീടിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹരി ഓം.
ഹരേ കൃഷ്ണ. കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തദേവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിരീടിനം ഗദിതം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദുഷ്ടമകം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിരീടിനം ഗദിനം ചക്രഹസ്ത ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരാപ്രഭാരിപുരത്തിനും ഭാവാർത്ഥവും. സഹസ്രബാഹോ, ഹേ സഹസ്രബാഹുവായ വിശ്വമൂർത്തി, വിശ്വരൂപ, ചതുർഭുജേന, 4 കൈകളും, കിരീടനം, ശിരസിൽ കിരീടവും, തഥാ ഏവ അതുപോലെ, ഗദിനം ചക്രഹസ്തം, കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങളുമുള്ള, ത്വാം അങ്ങയെ, തേന രൂപേണ ഏവ ആ രൂപത്തിൽ തന്നെ, ദൃഷ്ടും കാണുവാൻ, അഹം ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു. ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ, 4 കൈകളും ശിരസിൽ കിരീടവും അതുപോലെ കൈകളിൽ ശംഖചക്ര ഗദാപത്മങ്ങളുമുള്ള അങ്ങയെ ആ രൂപത്തിൽ തന്നെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീരാപ്രഭാ ഭാവാർത്ഥം തുടങ്ങുന്ന ബ്രഹ്മസംഹിത എന്ന് കൂട്ടിയതുകൊണ്ടാണ്. രാമാതിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠൻ നാനാവതാരം അകരോത് ഭുവനേഷു കിന്തു. അപ്പോ ശ്രീരാമൻ, നരസിംഹം, വാമനൻ, അങ്ങനെ ഒരുപാട് രൂപങ്ങൾ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ച് വരുന്നുമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഭഗവാൻ ഓരോരോ പ്രപഞ്ചങ്ങളിൽ അങ്ങനെ തന്റെ ആ ലീലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വിവിധ അവതാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിലെല്ലാം വെച്ചിട്ട് ആയിരക്കണക്കിന് രൂപങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് രാമാതിമൂർത്തിഷു, ശ്രീരാമൻ, നരസിംഹം, നാരായണൻ, അങ്ങനെ ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളെ കുറിച്ചിട്ട് ശ്രീരാപ്രഭാവർ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന് ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാം. ബ്രഹ്മദേവനൊന്ന് തുമ്മിയപ്പോ ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്ന് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് പുറത്തു ചാടി. അതുപോലെ തന്നെ ഹിരണ്യകശിപു സ്തംഭത്തിൽ ഒരു അടി കൊടുത്തപ്പോഴ് ഭഗവാൻ നരസിംഹ രൂപത്തില് ആ സ്തംഭത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ മന്ദരപർവ്വതം പാലാഴിയില് ആണ്ടുപോയപ്പോഴ് ഭഗവാൻ കൂർമ്മമായിട്ട് അവതരിച്ചു. പിന്നെ അമൃത് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മോഹിനി രൂപത്തിൽ അവതരിച്ചു. അതുപോലെ തന്നെ അമൃത് പാലാഴിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ചു. അതുപോലെ തന്നെ രാവണ നിഗ്രഹണത്തിന് വേണ്ടി ഭഗവാൻ ശ്രീരാമ രൂപത്തില് അവതരിച്ചു. അങ്ങനെ എത്ര അവതാരങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കണക്കേയില്ല. ശ്രീമദ് ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട 24 അവതാരങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവതാരോ ഹി അസംഖ്യേയാം എന്ന് പറയുന്നുണ്ട്. അതായത് എണ്ണമില്ലാത്ത അവതാരങ്ങളാണ് ഭഗവാനുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് ഏതുപോലെയാണെന്ന് പറയുന്നത്, സഹസ്രശു സഹസ്രശഃ, അതായത് ഇപ്പോ ഈ സമുദ്രത്തിൽ ഇങ്ങനെ കുമിളകൾ വരുന്നത് കാണാം. അപ്പൊ ആ കുമിളകൾ വരുന്നത് പോലെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അത്രയും അനന്തമായിട്ടുള്ള എണ്ണമറ്റ അവതാരങ്ങളാണ് ഭഗവാനുള്ളത്. ഇവിടെ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്ന ശംഖുചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ആ അങ്ങയുടെ നാരായണ രൂപം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാനോട് അർജുനൻ ആവശ്യപ്പെടുന്നത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇതുപോലെ എന്തെങ്കിലും ഒരു രൂപം സൃഷ്ടിക്കുക എന്നുണ്ടെങ്കിൽ അത് ഈ 1000 അത് 4 കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി 996 വെട്ടിമാറ്റേണ്ടി വരും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിട്ട് അത് 1000 വെറും 4 കൈകളാക്കാനായിട്ട് ഒരു സെക്കൻഡ് പോലും വേണ്ട. നമ്മൾ കണ്ടച്ച് തുറക്കുമ്പോഴത്തേക്കും ഭഗവാൻ ആ രൂപം സ്വീകരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പോ ഭഗവാന്റെ ഈ രൂപങ്ങൾ എന്ന് പറയുന്ന എല്ലാം തന്നെ വൈകുണ്ഠ ലോകങ്ങളിൽ സ്ഥിരമായിട്ട് വസിക്കുന്നതാണ്. എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ഓരോ വൈകുണ്ഠ ഗ്രഹങ്ങളിലും ആ വ്യത്യസ്തമായിട്ടുള്ള ആ നാമങ്ങളും ആ കൈകളും ഒക്കെയുള്ള ആ രൂപങ്ങളുണ്ട്. ഓരോ 4 കൈകളിലും
ഈ ശംഖുചക്ര ഗദാപത്മം ഉണ്ടായിരിക്കും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വൈകുണ്ഠത്തിൽ ചിലപ്പോ ഇപ്പോ വലത്തെ കൈയിലാവും ഇത് സുദർശന ചക്രം പിടിച്ചിരിക്കുന്നത്, മുകളിലേക്ക് പിടിച്ചിരിക്കുന്നത്. അതേസമയം വേറൊരു വൈകുണ്ഠത്തിലാണെന്നുണ്ടെങ്കിൽ സുദർശന ചക്രം താഴോട്ടിട്ടിരിക്കുന്ന കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ഇടത്തെ കയ്യിലായിരിക്കും. അതുപോലെ തന്നെ ഈ പത്മം, ഈ ഗദ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കൈകളിലായിരിക്കും. അതാണ് വ്യത്യാസം. പക്ഷെ എല്ലാ നാരായണ രൂപങ്ങൾക്കും ഈ ശംഖുചക്ര ഗദാപത്മങ്ങള് ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ അത് തന്നെയാണ് കൃഷ്ണന്റെ ഗുണങ്ങള് എന്ന് പറയുന്നത്. നമുക്കൊന്നും അതുപോലെ തന്നെ ഇപ്പൊ ഡ്രാമയില് ഇപ്പൊ ഒരു ആക്ടർ തന്നെ അകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ അത് വേറൊരു രൂപം ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നത് പോലെ തന്നെ ഭഗവാന് എപ്പോൾ വേണമെങ്കിലും തന്റെ ആ രൂപങ്ങൾ മാറ്റാനായിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള കൃഷ്ണൻ ആദിമനായിട്ടുള്ള പുരുഷനാണ് എന്നതും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ രൂപങ്ങളും ആ ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് ഉത്ഭവിച്ചാണ് എന്നുള്ളതും ഈ ശ്ലോകത്തിൽ സ്ഥിരീകരിക്കുകകൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവര് ഈ ഭൗതിക ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും മുക്തരാകും എന്നാണ് ശ്രീ പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഭഗവാന്റെ ഈ രൂപങ്ങള്, വിവിധ അനന്തമായിട്ടുള്ള ഈ രൂപങ്ങളെല്ലാം തന്നെ ഓരോരോ ഗ്രഹവ്യൂഹങ്ങളില് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മൾക്ക് എപ്പോഴും മനസ്സിലുണ്ടാകണം. കാരണം ഭഗവാന്റെ രൂപം എന്ന് പറയുന്ന ശ്യാമസുന്ദര രൂപം, ഒറിജിനൽ ആയിട്ടുള്ള രൂപം, ശ്യാമം ത്രിഭംഗ നയനം നീതപ്രകാശം എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ഗോലോക വൃന്ദാവനത്തിൽ വസിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ബാക്കിയുള്ള എല്ലാ രൂപങ്ങളും ഭഗവാന്റെ വിസ്തരണങ്ങളാണ്. അങ്ങനെയുള്ള ആ വിസ്തരണങ്ങളെല്ലാം തന്നെ വൈകുണ്ഠ ഗ്രഹങ്ങളില് നിരന്തരം വസിക്കുന്നുണ്ട്. പുതിയ പുതിയ വൈകുണ്ഠ ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലും ഭഗവാന്റെ ലീലകളും നടക്കുന്നുണ്ട്, ഭഗവാന്റെ രൂപങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്കിവിടെ ഈ അർജുനൻ ഭഗവാനെ പ്രകീർത്തിക്കലിൽ നിന്നും നമുക്ക് ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആചാര്യന്മാരുടെ തിരുമുഖത്തു നിന്നും നമ്മളിതെല്ലാം ശ്രവിച്ചും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് നമ്മളുടെ ഈ ആത്മീയ ജീവിതം സാർത്ഥകമാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാ ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, നിതായ് ഗൗര പ്രേമാനന്ദേ. ആർക്കെങ്കിലും ഈ പറഞ്ഞ 4 ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചോട്ടെ? ഇതല്ല വേറെ ഏതെങ്കിലും സംശയമാണെങ്കിലും ചോദിക്കാം. എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഹരേ കൃഷ്ണ. എല്ലാരും വരിക. പ്രഭുജിക്ക് യാതൊരു മുടക്കവും കൂടാതെ നമുക്കിത് തുടർന്ന് കംപ്ലീറ്റ് ചെയ്യണം. സോ നിങ്ങൾ എല്ലാവരും ഭക്തിയോടെ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കും. ഹരേ പ്രഭുജി കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 ഹരേ, ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 രാമ 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 ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവവൃന്ദ की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की श्रील प्रभुपाद की श्री आनंद पद्मनाभ स्वामी की जय. हरि बोल. धन्यवाद. प्रणाम. हरे कृष्णा प्रभु जी. हरे कृष्ण. हरे कृष्ण.